കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോണിലൂടെയും അതിലൂടെ ഇന്റർനെറ്റിന്റെ ലോകത്തും വളരെയധികം സമയം അവർ സഞ്ചരിക്കുന്നതിനാൽ അവരുടെ മനസ്സിൽ വിവിധ ചിന്തകളാണ്. പലതരത്തിലുള്ള ഈ ചിന്തകൾ മൂലം അവരുടെ മനസ്സെപ്പോഴും വളരെയധികം തിരക്കുള്ളതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഘടനയനുസരിച്ച് ഓട്ടോമാറ്റിക് മെമ്മറിയുടെ ഭാഗമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ എന്താണ് ഇങ്ങനെ ഓട്ടോമാറ്റിക് മെമ്മറിയുടെ ഭാഗമാണ്. എന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് മെമ്മറിയുടെ ഭാഗമല്ലാത്ത മറ്റു ജോലികൾ ചെയ്യേണ്ടി വരുന്നു. അതും ഒന്നിലധികം ജോലികൾ നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ എന്ത് വരും, കുറേയധികം സ്ട്രെസ് രൂപപ്പെടുകയും അത് നമ്മളുടെ മനസ്സിനെ കോഗ്നിറ്റീവ് ഓവർലോഡിങ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കോഗ്നിറ്റീവ് ഓവർലോഡിങ് ഓർമ്മശക്തിയെയാണ് ആദ്യം ബാധിക്കുക. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിലും മറ്റ് കൂടുതൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഓർമ്മശക്തി നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റിന്റെയും ഫോണിന്റെയും സ്മാർട്ട് ഫോണിന്റെയും തിരക്ക് പിടിച്ച ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്രേക്ക് എപ്പോഴും എടുക്കേണ്ടത് ആവശ്യമാണ്. 1-2 മണിക്കൂർ ഈ ഇന്റർനെറ്റിൽ നിന്നും സ്മാർട്ട് ഫോണിൽ നിന്നും ഒക്കെ ഒരു വിടുതൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും സഹായം ആവശ്യമില്ലാത്ത ഹോബികൾ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് വായന, ഗാർഡനിങ്, പാചകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സങ്കീർണമായ പലതരം ജോലികൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓർമ്മശക്തിയെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് ഓർമ്മശക്തി ഉണ്ടാകണമെങ്കിൽ വിശ്രമം ആവശ്യമാണ്.